ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ സുദർശന ചക്രത്തിന്റേതാണ്. പ്രിയരെ, ദേവശില്പി വിശ്വകർമാവിന്റെ അതിസുന്ദരിയായ മകൾ സപ്നയെ സൂര്യദേവൻ വിവാഹം ചെയ്തു. കർമ്മസാക്ഷിയായ ഭഗവാന്റെ പ്രകാശം പകർന്നുവെങ്കിലും സപ്നയ്ക്ക് അനുദിനം വളർന്നുവരുന്ന ഭർതൃ തേജസ് സഹിക്കാനായില്ല. സൂര്യന്റെ അത്യുഗ്രമായ ചൂടിനാൽ സപ്നയുടെ ശരീരമാകെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. സപ്നയാകെ വിഷമിച്ചുപോയി. ഒടുവിൽ അവൾ പിതാവായ വിശ്വകർമാവിനെ സമീപിച്ച് തന്റെ ദുഃഖം അറിയിച്ചു. അച്ഛാ, അങ്ങ് എന്നെ ഉചിതനായ പതിയെ ഏൽപ്പിച്ചു. അദ്ദേഹം എന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ അനുനിമിഷം വളർന്നു വരുന്ന ചൂട് എനിക്ക് താങ്ങാനാവുന്നില്ല. എന്റെ കുടുംബജീവിതം അതിനാൽ ഭദ്രമായി പോകുന്നില്ല. അങ്ങ് എന്നെ സഹായിച്ചാലും. വിശ്വകർമാവ് സൂര്യഭഗവാനോട് നിർദ്ദേശിച്ചു, ഭഗവാനെ, അങ്ങയുടെ ഊഷ്മാവ് എന്റെ പുത്രിയും താങ്കളുടെ പത്നിയുമായ സപ്നയ്ക്ക് അസഹനീയമായി തീർന്നിരിക്കുന്നു. അവൾ അക്കാരണത്താൽ വ്യസനിക്കുന്നു. താങ്കളുടെ അനുവാദം കിട്ടുന്ന പക്ഷം ആ തേജസ് ഞാൻ കുറക്കാം. സൂര്യഭഗവാൻ വിശ്വകർമാവിന്റെ നിർദ്ദേശത്തിന് വഴങ്ങി. അതനുസരിച്ച് വിശ്വകർമാവ് സൂര്യനെ ശാണോപല യന്ത്രത്തിൽ കയറ്റിവെച്ച് കടഞ്ഞു. ക്രമേണ സൂര്യ തേജസ് കുറഞ്ഞു തുടങ്ങി. എന്നാൽ സൂര്യ തേജസിന്റെ 1/8 ഭാഗം മാത്രമേ വിശ്വകർമാവിന് കുറക്കാനാവുള്ളൂ. ഇങ്ങനെ വിശ്വകർമാവ് കടഞ്ഞെടുത്ത സൂര്യ തേജസ് അത്യുഗ്രമായി ജ്വലിച്ചുകൊണ്ട് ഭൂമിയിൽ പതിച്ചു. അതോടെ സൂര്യ തേജസ്സിൽ ഭൂമിദേവി പരിക്ഷീണയായി മാറി. ദേവി ബ്രഹ്മദേവനോട് തന്റെ ദുഃഖം അറിയിച്ചു. ദേവ, എന്നിൽ പതിച്ച സൂര്യ തേജസ് എനിക്ക് അസഹനീയമായി തീർന്നിരിക്കുന്നു. ആ തേജസ്സിൽപ്പെട്ട് സസ്യജാലങ്ങൾ കരിഞ്ഞുണങ്ങി തുടങ്ങി. ജലാശയങ്ങൾ വറ്റി വരണ്ടു തുടങ്ങി. ഈ അവസ്ഥ തുടർന്നാൽ ഹരിതാപമായ ഭൂപ്രപഞ്ചം മരുപ്രദേശമായി തീരും. ഭൂമിദേവിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ വിശ്വകർമാവിന്റെ സവിധത്തിലെത്തി കൽപ്പിച്ചു, അല്ലയോ വിശ്വകർമാവെ, അങ്ങ് സ്വപുത്രിയുടെ രക്ഷയോർത്ത് സൂര്യഭഗവാന്റെ തേജസ് കടഞ്ഞു. പക്ഷേ ആ തേജസ് പതിച്ച ഭൂമി നാശത്തോടടുക്കുന്നു. ഭഗവാൻ ഭൂമിയിൽ നിപതിച്ച സൂര്യ തേജസ്സിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിക്കുക. അതനുസരിച്ച് വിശ്വകർമാവ് സൂര്യ തേജസ്സിനാൽ സുദർശന ചക്രവും ത്രിശൂലവും പുഷ്പക വിമാനവും ശക്തി എന്ന ആയുധവും നിർമ്മിച്ചു. അനന്തരം വിശ്വകർമാവ് ത്രിശൂലം ശിവനും പുഷ്പക വിമാനം കുബേരനും ശക്തി ബ്രഹ്മാവിനും സമ്മാനിച്ചു. അവശേഷിച്ചവയിൽ അത്യുഗ്രശക്തിയുള്ള സുദർശന ചക്രം വരുണ ഭഗവാന്റെ അനുവാദപ്രകാരം സമുദ്രത്തിൽ നിക്ഷേപിച്ചു. ഈ ആയുധം മഹാവിഷ്ണുവിന്റെ കയ്യിൽ എത്തിയതിനെക്കുറിച്ച് വിഷ്ണു പുരാണത്തിൽ ഇങ്ങനെ പറയുന്നു. ശ്രീകൃഷ്ണാർജുനന്മാർ യമുനാതീരത്ത് വിഹരിക്കുന്ന ഘട്ടത്തിൽ അഗ്നിദേവൻ അവരെ സമീപിച്ചു തനിക്ക് ഗാണ്ഡവവനം ആഹാരമായി നൽകാൻ അഭ്യർത്ഥിച്ചു. ഗാണ്ഡവവനത്തെ ആഹാരമാക്കാൻ അഗ്നിദേവൻ പലപ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും ഇന്ദ്രന്റെ സ്നേഹിതനായ തക്ഷകൻ ഗാണ്ഡവവനത്തെ തന്റെ വാസസ്ഥാനമാക്കിയിരുന്നതിനാൽ ഓരോ തവണയും ഇന്ദ്രൻ ഗാണ്ഡവവനത്തിന്മേൽ മഴ പെയ്യിച്ച് അഗ്നി കെടുത്തിക്കൊണ്ടിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ കൃഷ്ണാർജുനന്മാർക്ക് ഒരു വസ്തുത ഉറപ്പായി. അഗ്നിദേവനെ ഗാണ്ഡവവനം ഭക്ഷിക്കണമെങ്കിൽ ഇന്ദ്രദേവനെ തോൽപ്പിച്ചേ മതിയാകൂ. പക്ഷേ ഇന്ദ്രഭഗവാനെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങൾ ഇരുവരുടെയും പക്കൽ ഇല്ലായിരുന്നു. ഭഗവാനെ, താങ്കളുടെ ആവശ്യപ്രകാരം ഗാണ്ഡവവന ദഹനത്തിന് ഞങ്ങൾ സഹായിക്കാം. എന്നാൽ ഞങ്ങൾക്ക് ആവശ്യമായ ആയുധം അവിടുന്ന് നൽകിയാലും. ശ്രീകൃഷ്ണൻ അഗ്നിദേവനോട് ആവശ്യപ്പെട്ടു. അഗ്നിദേവൻ അതിന് സമ്മതം മൂളി. അനന്തരം അഗ്നിദേവൻ വരുണ ഭഗവാനെ ധ്യാനിച്ചു. പ്രത്യക്ഷനായ ഭഗവാനോട് അഗ്നിദേവൻ അപേക്ഷിച്ചു, പ്രഭോ, അനേകം സംവത്സരങ്ങളായി ഞാൻ ദഹനരോഗിയായി വർത്തിക്കുന്ന കാര്യം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. രോഗശമനം ഗാണ്ഡവവന ഭക്ഷണം മാത്രമാണ്. എന്നാൽ നാളിതുവരെയായി ഇന്ദ്രൻ എന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ കൃഷ്ണാർജുനന്മാർ എന്നെ സഹായിക്കാൻ സന്നദ്ധരാകുന്നു.
ഭഗവാൻ അവർക്ക് ഉചിതമായ ആയുധം നൽകി എന്നെ രോഗപീഠയിൽ നിന്ന് മോചിതനാക്കിയാലും. അഗ്നിദേവന്റെ പരിദേവനങ്ങൾ കേട്ട് വരുണന്റെ മനമലിഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ കുരങ്ങൻ കൊടിയടയാളമായ ഒരു രഥവും അമ്പൊടുങ്ങാത്ത ഗാണ്ഡീവവും എന്ന വില്ലും സുദർശന ചക്രവും അഗ്നിക്ക് നൽകി. അഗ്നിദേവൻ സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന സുദർശന ചക്രം ഭഗവാൻ ശ്രീകൃഷ്ണനും മറ്റുള്ളവ അർജുനനും സംഭാവന ചെയ്തു. അങ്ങനെ സുദർശന ചക്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ അഥവാ മഹാവിഷ്ണുവിന്റെ ആയുധമായി മാറി. സ്നേഹപൂർവം, രഞ്ജൻ കയനാട്.